ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കഫക്കെട്ട് പൂർണ്ണമായിട്ട് മാറാനും അതേപോലെ തന്നെ ശ്വാസകോശം വൃത്തിയാകാനും നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ശ്വാസകോശം വൃത്തിയാകാനും അതായത് ക്ലീൻ ആകാനും അതേപോലെ തന്നെ കഫക്കെട്ട് പൂർണ്ണമായിട്ടും മാറാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ഇലയാണ് ഞവരയില. എൻ്റെ നാട്ടിൽ ഈ ഇലയെ ഞവരയില എന്നാണ് പറയണത്. പിന്നെ തമിഴിൽ ഇതിന് കർപ്പൂരവള്ളി എന്ന് പറയും. എന്തിനു വള്ളി? കർപ്പൂരവള്ളി. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണോ അറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പേര്. ഓരോ നാട്ടിൽ ഓരോ പേരാണല്ലോ ഓരോ ചെടിക്ക് യൂസ് ആക്കുന്നത്. ഓക്കെ. അപ്പോൾ അറിയാവുന്ന കമൻ്റായിട്ട് മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ കർപ്പൂരവള്ളി ഇല അതായത് ഞവര ഇല, ഓക്കെ, ഇതാണ് നമ്മൾ ശ്വാസകോശം ക്ലീനാക്കാനും അതേപോലെ തന്നെ കഫക്കെട്ട് പൂർണ്ണമായിട്ട് മാറ്റാനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഇല എങ്ങനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു ഇല കൊണ്ട് മറ്റ് പല അസുഖങ്ങളും മാറ്റാനാവും. അതായത് ഈ ഇലയുടെ ഉപയോഗം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ചുരുക്കി വളരെ ഫാസ്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കും. ഒരു വ്യക്തിക്ക് പനി അഥവാ ഫീവർ, അറിയാലോ, ഫീവർ വന്നു കഴിഞ്ഞാൽ ഈ കർപ്പൂരവള്ളി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം, അതായത് ഞവര ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ നല്ല തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി പിടിക്കുക. അങ്ങനെ ആവി പിടിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പനി, തൊണ്ടവേദന, ജലദോഷം, കഫക്കെട്ട് കൊണ്ടുള്ള ആ ഒരു ശ്വാസമുട്ട് ഇതൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ദഹന പ്രക്രിയ, അതായത് ഒരു വ്യക്തിക്ക് ആഹാരം കഴിച്ചു, ചില വ്യക്തികൾ ചില ആഹാരം കഴിച്ചാൽ ദഹിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ആ ദഹനം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കറക്റ്റായിട്ടുള്ള ദഹനം നടക്കുന്നതിന് ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ദഹനക്കേട്, അതായത് ദഹനക്കുറവ് കൊണ്ടുണ്ടാകുന്ന വയറുവേദന, ഗ്യാസ് ട്രബിൾ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ കർപ്പൂരവള്ളി ഇലയുടെ നീര് പിഴിഞ്ഞെടുക്കുക. അതായത് വാട്ടിയ ശേഷം പിഴിഞ്ഞെടുക്കുക. വാട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ, ഞാൻ പറയാറില്ല, കാരണം നിങ്ങൾക്ക് വാട്ട അറിയാം. ഇത് ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് ഇല ഒന്ന് തിരിച്ച് മറിച്ചിടുക, അപ്പോഴത്തേക്ക് വാടി വരും. എന്നിട്ട് ഇതിനെ പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്ത ഈ കർപ്പൂരവള്ളി ഇലയുടെ നീരിൽ ഒരു 5 ml എടുത്ത ശേഷം അതിൽ ലേശം പഞ്ചസാര ഇട്ട് മിക്സ് ആക്കുക. ഇത് കുടിക്കുക. ആ പ്രശ്നം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞത് കൊഴുപ്പ് കുറയ്ക്കുക, നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ കുറച്ച് തരും. അതായത് അമിതവണ്ണം, കുടവേറ്, പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഈ ഒരു സസ്യം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് വെച്ചാൽ മതി. മുറിവ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ഉണങ്ങി തരുന്നതായിരിക്കും. ആൻറ്റി ഓക്സിഡന്റ് ഔഷധ ഗുണങ്ങൾ കൂടി ഈ ഒരു സസ്യത്തിൻ്റെ ഇലയിലുണ്ട്. ഓക്കെ. അപ്പോൾ അത് കാരണമാണ് മുറിവ് ഫാസ്റ്റായിട്ട് ഉണങ്ങുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഏതൊരു അസുഖമായാലും, അതായത് മേൽ പറഞ്ഞിട്ടുള്ള ഇത്രയും രോഗങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മാറ്റാൻ വേണ്ടി പിന്നീട് രണ്ടാമത് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ആൻറ്റി ഓക്സിഡന്റുകൾ ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന മെനുവിലോട്ട് വരാം. ശ്വാസകോശം വൃത്തിയാകുവാനും കഫക്കെട്ട് പൂർണ്ണമായിട്ടും മാറും. ഓക്കെ. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 ഇല എടുക്കുക. 2 3 കുഴപ്പമില്ല, നമുക്കൊരു 5 ml നീര് വേണം. ഓക്കെ. അപ്പോൾ കർപ്പൂരവള്ളി ഇല ഒരു 2 3 4 എടുക്കുക. എന്നിട്ട് അതിനെ ഒരു ദോശക്കല്ലിൽ വെച്ച് ഒന്ന് തിരിച്ചും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നത്? നല്ലതുപോലെ വാടി വരും. വാടി വന്ന ശേഷം ഇത് നീര് ഇങ്ങനെ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനാണ് കേട്ടോ. ധാരാളം നീര് കിട്ടും. ഇല വേസ്റ്റ് ആകുന്നു. അങ്ങനെ ഇത് നല്ലതുപോലെ ഞെക്കിപ്പിഴിയുക. അറിയാലോ എങ്ങനെ? ഞെക്കിപ്പിഴി അറിയാലോ, എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും
നല്ലതുപോലെ ഞെക്കിപ്പിഴിയാണെന്ന് എനിക്കറിയാം, അവിടെ കൂടുതൽ പറയില്ല. അപ്പോൾ നല്ലതുപോലെ കശക്കിയിട്ട് ഞെക്കി ഇങ്ങനെ പിഴിഞ്ഞ് നീരെടുക്കുക, ഞെക്കിപ്പിഴിഞ്ഞ് നീരെടുക്കുക. അങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് നീരെടുത്ത കർപ്പൂരവള്ളി ഇലയുടെ ആ നീരിൽ ഒരു 3 തുള്ളി ചെറുതേൻ ഒഴിക്കുക, ചെറുതേന് ഒഴിക്കുക, നല്ലതുപോലെ മിക്സ് ആക്കുക, ഇത് കുടിക്കുക. ഡെയിലി 3 നേരം, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിക്ക് 3 നേരം കുടിച്ചാൽ മതി. ഓൺ സ്പോട്ടിൽ തന്നെ കഫക്കെട്ടിൽ നല്ല ശമനം കിട്ടും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് 3 ദിവസം കൊടുക്കുക. മനസ്സിലായല്ലോ? ഇതിങ്ങനെ തുടർച്ചയായിട്ട് 3 ദിവസം കുടിക്കുക. 3 ദിവസം കുടിച്ചാൽ നിങ്ങളുടെ കഫക്കെട്ടും പൂർണ്ണമായിട്ട് മാറും, ശ്വാസകോശവും വൃത്തിയാവും. നിങ്ങൾ ചെയ്യുക. കിടില മരുന്നാണ്, സൂപ്പർ മരുന്നാണ്, യാതൊരുവിധ പാർശ്വഫലങ്ങളും ബോഡി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക. അഥവാ ഇനി കൊച്ചു കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ 2 ml കൊടുത്താൽ മതി. അതായത് 5 വയസ്സിന് മേപ്പോട്ടുള്ള പിള്ളേർക്ക് കൊടുക്കണ്ട. 5 വയസ്സ് കഴിഞ്ഞ്, അതായത് 5, 6, 7, 8, 9, 10, ഓക്കെ, അങ്ങനെ 12 വയസ്സിലുള്ള കുട്ടികൾക്ക് 2 ml കൊടുത്താൽ മതി. എത്ര ml കൊടുത്താൽ മതി? തെറ്റിപ്പോവല്ലേ, 2 ml. ഓക്കെ, കിടുന്ന മരുന്നാണ്, സൂപ്പർ മരുന്നാണ്. നല്ല ആരോഗ്യത്തോടു കൂടി ശ്വാസമൊക്കെ നല്ലതുപോലെ ബ്രീത്ത് ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ശരിയായിട്ടുള്ള ബ്രീത്ത് ചെയ്ത് ജീവിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, ശ്വാസകോശം വൃത്തിയില്ലെങ്കിൽ ശ്വാസം മുട്ട്, നെഞ്ചുവേദന, അറിയാമല്ലോ, ഈ വക പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മരുന്ന് നിങ്ങൾ കഴിക്കുക കേട്ടോ. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ. പുതിയൊരു അറിവുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വെച്ച് കാണും വരെ എല്ലാവർക്കും ബൈ.